നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ യെസ് എന്ന് ആദ്യം കമന്റ് ചെയ്യുക. കാരണം പല കുട്ടികളും എനിക്ക് മെസ്സേജ് ചോദിക്കുന്ന കാര്യമാണ്, സാർ എനിക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ട്, അതിനുള്ളൊരു കിടിലൻ സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരുമോ, അതിനുള്ള കിടിലൻ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരുമോ, അതിനുള്ള ഒരു അടിപൊളി സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരുമോ? അപ്പോൾ എൻ്റെ പേഴ്സണൽ സജഷൻ, നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഒരു സ്റ്റഡി ടൈം ടേബിൾ തരാം. ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഇതിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് എന്ന ലക്ഷ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു കിടിലൻ സ്റ്റഡി ടൈം ടേബിളാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടാമത്, നിങ്ങൾ സ്കൂൾ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു തുടങ്ങിയോ ഇല്ലയോ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ടിപ്സിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.edupote എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റുകളെ നിങ്ങൾ 3 കാറ്റഗറി ആക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ആണുള്ളത്, അതിൽ ചില സബ്ജക്റ്റൊക്കെ എന്തായിരിക്കും, ഈസി ആയിരിക്കും, ചില സബ്ജക്റ്റ് എന്തായിരിക്കും, മീഡിയം ആയിരിക്കും, ചില സബ്ജക്റ്റ് എന്തായിരിക്കും, ടഫ് ആയിരിക്കും. അപ്പോൾ ഈസി എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കാറ്റഗറി 1 നമ്പർ കൊടുക്കുക. ടഫ് മീഡിയം ആയുള്ള സബ്ജക്റ്റിന് കാറ്റഗറി 2, ടഫായിട്ടുള്ള സബ്ജക്റ്റിന് കാറ്റഗറി 3. ഇങ്ങനെ 3 കാറ്റഗറി ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സബ്ജക്റ്റുകളെ മാറ്റണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സബ്ജക്റ്റുകളെ ഈസി, മീഡിയം, ടഫ്, കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്നാക്കുക. അപ്പോൾ പല കുട്ടികൾക്കും ഇതിൽ പലതായിരിക്കും. അപ്പോൾ മിക്കവാറും എല്ലാ കാറ്റഗറിയിലും 2-ൽ കൂടുതൽ സബ്ജക്റ്റും ഉണ്ടാവും കേട്ടോ. മിക്കവാറും എല്ലാ കാറ്റഗറിയിലും എന്തുണ്ടാവും, 2-ൽ കൂടുതൽ സബ്ജക്റ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, നിങ്ങൾക്ക് കിട്ടിയ സബ്ജക്റ്റുകളെ 3 കാറ്റഗറി ആക്കി മാറ്റുക. ഈസി സബ്ജക്റ്റുകളെ നിങ്ങൾ കാറ്റഗറി 1, മീഡിയം സബ്ജക്റ്റുകളെ നിങ്ങൾ കാറ്റഗറി 2, ടഫ് സബ്ജക്റ്റുകൾ നിങ്ങൾ കാറ്റഗറി 3. നിങ്ങൾക്ക് ഇതിൽ ഓരോ കാറ്റഗറിയിലും വരുന്ന സബ്ജക്റ്റ് ഏതെയാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടെ. കാറ്റഗറി 1-ൽ ഏതൊക്കെയാണ് വരുന്നത്, കാറ്റഗറി 2-ൽ ഏതൊക്കെയാണ് വരുന്നത്, കാറ്റഗറി 3-ൽ ഏതൊക്കെയാണ് വരുന്നത് സബ്ജക്റ്റുകളെ ലിസ്റ്റ് കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിൽ ഒരു രാത്രി 10 മണിക്ക് തന്നെ ഉറങ്ങണം. രാവിലെ ഒരു 5:30 അല്ലെങ്കിൽ ഒരു 6 മണിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുന്നേൽക്കണം കേട്ടോ. ഒന്നെങ്കിൽ രാവിലെ 5:30 അല്ലെങ്കിൽ രാവിലെ 6 മണി. ഉറക്കം രാത്രി 10 മണിക്ക് തന്നെ കേട്ടോ. 10 PM അഥവാ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് തന്നെ നിങ്ങൾ ഉറങ്ങാൻ ശീലിക്കുക. എഴുന്നേൽക്കുന്ന സമയം ഒന്നെങ്കിൽ 5:30 അല്ലെങ്കിൽ 6 മണി എന്ന സമയവും നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇത് നിങ്ങൾ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യണം. സാറ്റർഡേ സൺഡേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 10 മുതൽ 6:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറക്കത്തിനായിട്ട് മാറ്റി വെക്കാം. കുറച്ചധികം നിങ്ങൾ ഉറങ്ങിക്കുക. പക്ഷേ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഉറങ്ങാന്നുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെറ്റാക്കി വെക്കണം. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ നിങ്ങൾ എന്ത് ചെയ്യണം, വിഷയങ്ങൾ പഠിക്കണം. രാത്രി 7 മുതൽ 9 വരെ രാവിലെ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. മൺഡേ നിങ്ങൾ എന്ത് ചെയ്യാം, കാറ്റഗറി 2-ലുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ഇതിൽ 2 വിഷയം ഉണ്ടെങ്കിൽ രാവിലെ 6 മുതൽ 7 വരെയുള്ള സെഷനിൽ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യരുത്, ഒരു വിഷയം പഠിക്കരുത് കേട്ടോ. നിങ്ങൾ 6 മുതൽ 7 വരെയുള്ള സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം പഠിക്കരുത്. ആ സമയത്ത് നിങ്ങൾ 45 മിനിറ്റിൻ്റെ 2 സെഷൻസ് ആക്കി മാറ്റുക. ആദ്യം 45 മിനിറ്റ് എന്ത് ചെയ്യുന്നു, ഒരു വിഷയം പഠിക്കുന്നു. എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അടുത്ത 45 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അടുത്ത വിഷയം പഠിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഒരു വിഷയം പഠിക്കുന്നു, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, അടുത്ത വിഷയം പഠിക്കുന്നു. ഒരു വിഷയം പഠിക്കുന്നു, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, അടുത്ത വിഷയം പഠിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ രാവിലെ 6 മുതൽ 7 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാറ്റഗറി 2-ലുള്ള വിഷയങ്ങൾ പഠിക്കുക. രാത്രി സ്കൂൾ വിട്ട് തിരിച്ചെത്തിയതിന് ശേഷം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ട്യൂസ്ഡേയും നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതേപോലെ പഠിക്കുന്നു. അന്ന് കാറ്റഗറി 3-ലുള്ള വിഷയങ്ങളാണ് പഠിക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ടൊരു വിഷയം പഠിക്കരുത്. നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന സമയത്തെ 2-3 സെഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ സമയത്ത് പഠിക്കുന്നു. എന്നിട്ട് രാത്രി അതിൻ്റെ റിവിഷനാണ്. വെനസ്ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി 1-ലുള്ളത് പഠിക്കാം. തേഴ്സ്ഡേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 3-ലുള്ളത് പഠിക്കുന്നു. ഫ്രൈഡേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 1-ലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ദിവസവും രാവിലെ നിങ്ങളൊരു വിഷയം പഠിക്കുന്നു, വൈകിട്ട് ആ വിഷയം എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. ഇനി സാറ്റർഡേയ്സ് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ കാറ്റഗറി 3 കേട്ടോ, കാറ്റഗറി 2 ആണ്. സാറ്റർഡേയ്സ് നിങ്ങൾ സ്കൂളില്ലാത്ത സമയമാണെങ്കിൽ, ഇത് സാറ്റർഡേയ്സിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഹോളിഡേയ്സിലും എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതായത് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ചൂസ് ചെയ്യാം. രാവിലെ 7 മുതൽ 10 വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 2-ലുള്ള വിഷയങ്ങൾ പഠിക്കുന്നു. വൈകിട്ട് 4 മുതൽ 7 വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ പഠിച്ച വിഷയങ്ങൾ റിവൈസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഒരു കാറ്റഗറി തന്നെ 2-3 സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു സബ്ജക്റ്റ് മുഴുവൻ സമയം പഠിക്കരുത്. നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കുന്നു, ബ്രേക്ക് എടുക്കുന്നു, അടുത്ത സബ്ജക്റ്റ് പഠിക്കുന്നു. ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു, ബ്രേക്ക് എടുക്കുന്നു, അടുത്ത സബ്ജക്റ്റ് പഠിക്കുന്നു. ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു, ബ്രേക്ക് എടുക്കുന്നു, അടുത്ത സബ്ജക്റ്റ് പഠിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും മികച്ച മാർക്ക് വരും. സൺഡേ നിങ്ങൾക്ക് എന്താണ്, റെസ്റ്റ് ഡേ ആണ്. ആഴ്ചയിൽ 7 ദിവസം പഠിക്കേണ്ട, ആഴ്ചയിൽ 6 ദിവസം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠനത്തിനായിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് മാർക്ക് വരും. അപ്പോൾ ഈ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ 2 വീക്ക് ഫോളോ ചെയ്യാം. ഈ 2 വീക്ക്
വീക്ക് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പഠനത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ, പഠനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കട്ടോ. അപ്പം ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ടിപ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് മികച്ച മാർക്ക് തന്നെ നേടാനാവട്ടെ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇസ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.